സുഹൃത്തുക്കളെ, കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊക്കെ കോൾ ചെയ്തിരുന്നു. കോൾ ചെയ്തതിന്റെ ഫലമായിട്ട് പിറ്റുന്ന ഞാൻ വിശദമായി മറുപടി എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലൊരു ക്യാമ്പിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലരും എന്നെ കോൾ ചെയ്യുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. വിവരങ്ങൾ ഓരോരുത്തരും വിളിച്ചിട്ട് സമയം കളയാൻ വയ്യാത്തത് കൊണ്ട് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. താല്പര്യമുള്ളവർ എന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം. ഇതിനകത്ത് വേറെ ഇടനിലക്കാർ ഏജൻസികളൊന്നുമില്ല, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. വയനാട് വൈത്തിരിക്കടുത്ത് ബുവേർലി ഹിൽസ് റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇനി വരാൻ പോകുന്ന പരിപാടി നടക്കാൻ സാധ്യതയുള്ളത്, ക്യാമ്പ് നടക്കാൻ സാധ്യതയുള്ളത്. കാര്യം അടുത്ത് ഞാൻ ഫാമിലി അടക്കം അവിടെ ഒന്ന് പോയി. നല്ല ഒരു ആംബിയൻസ് നമുക്കവിടെ കിട്ടി. വലിയ ഒരു പൂളുണ്ട്, അതുപോലെ മീൻ പിടിക്കാൻ വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ നമുക്ക് മീൻ പിടിക്കാം. ഇപ്പുറത്ത് ഗ്രില്ല് ചെയ്ത് തിന്നാനുള്ള സംവിധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് പാർക്കുണ്ട്, കറങ്ങി നടക്കാം. അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് മൂഡുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളും നിൽക്കാനുള്ള നല്ലൊരു ആംബിയൻസ് അവിടെ കിട്ടുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ക്ലാസ്സിനൊക്കെ പറ്റിയ ഒരു 10-18 പേരെ നമ്മൾ ഉണ്ടാകുള്ളൂ. അത്രയും പേർക്ക് സുഖമായിട്ട് അവിടെ ക്ലാസ് കൈകാര്യങ്ങൾ നടത്തി താമസിച്ച് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ബുവേർലി ഹിൽസ് റിസോർട്ടായിരിക്കും ഇനി നമ്മൾ അടുത്ത ക്യാമ്പിന് വേണ്ടി തിരഞ്ഞെടുക്കാമെന്ന് ഏകദേശം തീരുമാനമായി. ഞാൻ പോയി കണ്ടതാണ്. എറണാകുളത്ത് വെച്ച് ക്യാമ്പ് നടന്നിട്ടുണ്ട്, വയനാട് മറ്റൊരു റിസോർട്ട് വെച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് ഒന്നുകൂടി ഇത് നന്നായതുകൊണ്ടാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം അവധിയോടുകൂടി, ഇപ്പൊ മാർച്ച് വരുന്നുണ്ടല്ലോ, മാർച്ച് പരീക്ഷ കഴിഞ്ഞ് കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ഒരു ആഴ്ചയിലാണ് നമ്മൾ ഒരു ക്യാമ്പ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. 3 ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്നത്. അതിൽ 2 ദിവസത്തെ പ്രോഗ്രാം നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. മൂന്നാമത്തേത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. മൂന്നാമത്തെ ദിവസം, 2ാമത്തെ ദിവസം നിങ്ങൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അത് എന്താണ് എന്ന് ഞാൻ അവിടെ ക്യാമ്പിൽ വരുമ്പോൾ പറയാം. അതിനു മുമ്പ് പറയാൻ നിർവാഹമില്ല, ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ നിവൃത്തിയില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ബോധം തരാം. ഇമോഷണൽ മാനേജ്മെന്റ് ആണ് ആദ്യത്തെ മണിക്കൂറിൽ നടക്കുന്നത്. അവിടെ വന്ന് നമ്മൾ പരസ്പരം പരിചയപ്പെട്ട ശേഷം ഉച്ചയ്ക്കുള്ള ഊണിന് ശേഷം നമ്മൾ ഇമോഷണൽ മാനേജ്മെന്റ് എന്ന ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യും. നമ്മുടെ വികാര വിക്ഷോഭങ്ങളെ, സന്തോഷം, സങ്കടം, ദേഷ്യം, പേടി, ഇങ്ങനെയുള്ള കുറെ ബേസിക് ഇമോഷൻസ് ഉണ്ടല്ലോ. ഈ ഇമോഷൻസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക, ഇത്തരം കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഏതൊരു മോട്ടിവേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് വരണ്ട, മോട്ടിവേഷൻ കൊടുക്കുന്ന പരിപാടിയില്ല, മോട്ടിവേഷൻ സ്പീക്കിംഗ് നമുക്കില്ല. ഇത് ശരിക്കും സൈക്കോളജിയാണ്. സ്പിരിച്വൽ സൈക്കോളജി ഉണ്ട്, ജനറൽ സൈക്കോളജി ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ മണിക്കൂറുകളിൽ അവിടെ നടക്കുന്നത് ഇമോഷണൽ മാനേജ്മെന്റ് ആണ്. ഇമോഷണൽ മാനേജ്മെന്റ് തിരക്കേടില്ലാത്ത ഒരു ക്ലാസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു മെഡിറ്റേഷൻ വേണ്ടി വരും. ആ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പൂളവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ, നിങ്ങൾക്ക് അവിടെ എന്റർടൈൻമെന്റിന് അല്പം സമയം തരും. പോവുക, ചാടി കുളിക്കുക, ഒക്കെ കഴിയാം, മൈൻഡ് ഫ്രഷ് ആകുക. പൂളൊക്കെ കഴിഞ്ഞ് കയറി വന്ന ശേഷം ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞാൽ ഒരല്പം ആധ്യാത്മിക കാര്യങ്ങളും പിന്നെ കുറച്ച് മെഡിറ്റേഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ ഉറങ്ങാൻ കിടക്കും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ, ആൽഫ കണങ്ങളുടെ ആ വരവ്, നമ്മുടെ സൂര്യരശ്മികൾ പുറത്തു വരുമ്പോൾ നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റിലാക്സിങ് മെഡിറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ചായ, കുളി, മറ്റു കാര്യങ്ങളൊക്കെ അങ്ങ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന ഒരു ക്ലാസ്സിലേക്ക് പോകും. അത് ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. രാവിലെ മുതൽ തുടങ്ങിയാൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. എന്നാലേ തീരുള്ളൂ. അത്രയും വിശദമായിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തെ ഇമോഷണൽ മാനേജ്മെന്റ് കൊണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി വെക്കാനും മറ്റുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാതിരിക്കാനും അങ്ങനെ ആരെങ്കിലും ചൂടായി കഴിഞ്ഞാലും ചൂടാകാതെ കൂളായിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണത്. ഈ വലിയ പ്രോഗ്രാമായിട്ടുള്ള പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം തിരിച്ചറിയാം, നിങ്ങളുടെ ഇണ ആരാ, ഹസ്ബൻഡ്, വൈഫ് ആരാന്ന് വെച്ചാൽ അവർ തിരിച്ചറിയാം, മക്കളെ തിരിച്ചറിയാം, മാതാപിതാക്കളെ തിരിച്ചറിയാം, നിങ്ങളുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതുപോലെ നിങ്ങളുടെ സഹപ്രവർത്തകർ, ഇവരെയൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാം. നമുക്ക് ആരോടും ദേഷ്യം, വിദ്വേഷം, പക തോന്നൂല. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫാമിലി ഇഷ്യൂസ് ഏറ്റവും കൂടി നിൽക്കുന്ന സമയമായിപ്പോൾ ഫാമിലി ഡിവോഴ്സ് നല്ലോണം നടക്കുന്നുണ്ട്. ഇതിന്റെ കാരണം പരസ്പരം അറിയാത്തതാണ്. നമ്മൾ ആവേശം മൂത്തിട്ട് ഡിവോഴ്സ് ഒക്കെ ചെയ്തങ്ങ് പോകും. പക്ഷെ ഇതിനിടയിൽ ചില കുട്ടികളുണ്ട്, നമ്മുടെ കുട്ടികൾ, അവരൊന്നുമല്ലാതായി തീരുന്നൊരു അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ ഭർത്താവിന് ഭാര്യയെ മനസ്സിലാകാത്തതുകൊണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാകാത്തതുകൊണ്ട്, ഇങ്ങനെയുള്ള ചില ചില്ലറ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ മധ്യസ്ഥ പ്രവൃത്തിക്ക് നിൽക്കുന്ന ആൾക്കാരാകട്ടെ ഈ പ്രശ്നങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അത് സംസാരിച്ചിട്ട് അതിന് തീർപ്പുണ്ടാക്കി അതിന്റെ ഇടയിൽ ഒരു പിടിപിടിക്കുകയാണ് ചെയ്യുന്നത്.
യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മുടെ സ്വഭാവം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം ഇങ്ങനെ, നമ്മുടെ ഭാര്യയുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവം എന്താണ് അവരങ്ങനെ. അപ്പൊ ഇത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ചുരുക്കം പറഞ്ഞാൽ ഈ വലിയ ഫാമിലി ഇഷ്യൂസ് ഉള്ളവർ, കുടുംബപരമായ തർക്കങ്ങൾ നടക്കുന്ന ആൾക്കാർ, എന്നാൽ എന്തെങ്കിലും ഫാമിലി കൗൺസിലിംഗിനോ മറ്റോ പോയി കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ പേഴ്സണാലിറ്റി അനാലിസിസിന്റെ ക്ലാസ് കഴിയുന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിക്കും. അതായത് അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ തൊടുന്നില്ല. എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാകുമ്പോൾ ആ പ്രശ്നങ്ങൾ അവർക്കൊരു പ്രശ്നമായി തീരില്ല, അത് അവർ തന്നെ അവസാനിക്കും. ഇതാണ് അതിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബോധവും പൊക്കണവും ഇല്ലാതെ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്കൊരു ഉത്തമ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ 3 അവസ്ഥകളാണ്. നമ്മൾ നോർമലിലാണ് നിൽക്കുന്നത്, ചീഞ്ഞു പോണ ഒരു അവസ്ഥയുണ്ട്. ഒരു വേണമെങ്കിൽ ഒരു പെഗ്ഗൊക്കെ അടിച്ചുകൊണ്ട്, ഒരു പെഗ് മാത്രം കുടിച്ചുകൊണ്ട് മാന്യമായി നടക്കാം, നോർമൽ എന്ന് പറയും. അത് വെള്ളം അടിച്ചുകൊണ്ട് വേണമെങ്കിൽ ഓടയിൽ കിടക്കാം, റെഡിമേഡ് എന്ന് പറയും. ഇതൊന്നുമില്ലാതെ മര്യാദയ്ക്ക് നേരെ മേലേക്ക് പോയി കണ്ട് റെഡിമേഡ് എന്ന അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യാം, സേജസ് എന്ന് പറയും, അങ്ങനെയും പറയാം. അപ്പൊ ആ നിലയിലേക്ക് നമുക്ക് ആരായി നിൽക്കണം, ഓരോ ക്യാരക്ടേഴ്സും ഏത് ലെവലിലേക്ക് നിൽക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ നില എന്താണ്, നമ്മൾ മാറിയാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് മാറും. ജനങ്ങൾ ചോദിക്കും, നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുന്ന നിലയിലേക്ക് നിങ്ങളുടെ മാനസിക നില, നിങ്ങളുടെ വ്യക്തിത്വം അത് മാറും. ശരിക്കും ഇതാണ് വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മോട്ടിവേഷൻ സ്പീക്കല്ല. മോട്ടിവേഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരേ ചെയ്യരുത്. ഇതാണ് സൈക്കോളജിക്കലി 2 ദിവസങ്ങളായി നമ്മൾ പഠിക്കുന്ന സൈക്കോളജിക്കൽ ടൂളുകൾ. ഈ ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരം ആവും. കുറച്ച് സമയം റിലാക്സ് ചെയ്യണം. ക്ലാസ്സുകൾ മാത്രമല്ല, കുറച്ച് എന്റർടൈൻമെന്റ് വേണം. നമ്മൾ ഇറങ്ങിപ്പോയി പൂളിൽ ചാടാനുള്ളവർ പൂളിൽ ചാടും. അവിടെ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളവർ അത് ചെയ്യും. കുളത്തിൽ നിന്ന് മീൻ പിടിക്കാനുള്ളവർ അത് ചെയ്യും. അത് ഗ്രില്ല് ചെയ്യാനുള്ളവർ അപ്പുറത്ത് ഗ്രില്ല് ചെയ്യും. അങ്ങനെ ആകെ ജഗപുകയായിട്ട് ഫുഡിന്റെ കുറെ ടൈം, കുറച്ച് മണിക്കൂറുകൾ അങ്ങനെ ഉണ്ടാകും. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളൊരു ഹവായിയൻ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഹവായിയൻ മെഡിറ്റേഷൻ നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സ് ഏറ്റവും അധികം ശാന്തമാക്കി നിർത്താൻ സാധിക്കുന്ന അടിപൊളി മെഡിറ്റേഷൻസുകളാണ് ഹവായിയൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അനുഭവിക്കാം. സമാധാനത്തിന്റെ ഒരു ആത്മാനുഭൂതിയുടെ ഒരു ലോകത്തേക്ക് നമുക്ക് പോകാനും പറ്റും. പേഴ്സണാലിറ്റി അനാലിസിസ് കഴിഞ്ഞുള്ള പിറ്റേ രാവിലെയുള്ള പകലിൽ നമ്മൾ തുടങ്ങുന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള കണക്ഷനും മനുഷ്യനും ദൈവവും ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ മുഴുവൻ എന്താണ് എന്ന റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയെടുക്കലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാനൊന്ന് പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പറയുമല്ലോ, എടാ നിന്നെ കുറിച്ച് ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് നാക്കെടുത്തിട്ടുള്ള ഒടുക്കത്തെ ആയുസാണെന്ന് പറയാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്യാൻ എടുക്കുമ്പോൾ അവരിങ്ങോട്ട് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ദേ നിന്നെ വിളിക്കാൻ ഡയൽ ചെയ്ത് എടുക്കണമെന്ന് പറയാനുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നും ഇത് നമുക്ക് മനഃപൂർവ്വം സാധിക്കാൻ പറ്റുമോ എന്നും നമുക്കവിടെ പഠിക്കാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതെല്ലാം സാധിക്കുകയും ചെയ്യും. അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. നമ്മൾ മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം മനസ്സിലാകണം. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം. മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവം എന്താണെന്ന് മനസ്സിലാകണം. അങ്ങനെ ആത്മീയത്തിന്റെ ചില തലങ്ങൾ, അതായത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയും. മനുഷ്യ മനസ്സിന്റെ സമുദ്ധാരണത്തിന്റെ തലങ്ങൾ, വ്യത്യസ്ത തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ദൈവം എന്ന് മനസ്സിലാവും, എന്താണ് വിശ്വാസം എന്ന് മനസ്സിലാവും, എന്താണ് മനുഷ്യൻ എന്ന് മനസ്സിലാവും, മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം മനസ്സിലാവും, മതങ്ങൾ എന്താണെന്ന് മനസ്സിലാവും, മതങ്ങളും ദൈവങ്ങളും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ കഴിയുന്നതോടുകൂടി മനുഷ്യൻ ഒന്നാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടും. മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അത് വിശ്വാസത്തിന്റെ പേരിലോ തമ്മിൽ അടിക്കാത്ത നല്ലൊരു ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് പറ്റും. യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും. ഏത് മതക്കാരനാണെങ്കിലും, നിങ്ങൾ ഏത് വിശ്വാസം വെച്ച് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലായിരിക്കും ആ ഭാഗങ്ങൾ കടന്നു പോകുന്നത്. ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ നമുക്ക് മനസ്സിലുണ്ടാകുകയുമില്ല. അതിന് നമുക്ക് മെന്റൽ കണക്ഷൻസും അതുപോലെ ദൈവികമായിട്ടുള്ള കണക്ഷൻസും ദൈവവും എല്ലാം നമുക്ക് മനസ്സിലാവും. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾക്ക് സംസാരിക്കുമ്പോൾ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ അങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് നിങ്ങളോട് തല്ലുകൂടാൻ തൽക്കാലം സമയമില്ല എന്ന്. ഹവായൻ മെഡിറ്റേഷനുകളും സ്പിരിച്വൽ സൈക്കോളജിയും ജനറൽ സൈക്കോളജിയും എല്ലാം കൂടി വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ 2-3 സെക്ഷനുകളാണ് നമ്മൾ ആ ഭാഗത്ത് 2 ദിവസങ്ങളിലായി നമ്മൾ ചെയ്യുന്നത്. ഈ സെക്ഷനുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ പോകാം. 3ാമത്തെ സെക്ഷൻ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. 3ാമത്തെ സെക്ഷനുകളിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ മറ്റു ചില തലങ്ങളാണ്. അത് അവിടെയാണ് നമ്മൾ പറയുക. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തുടരാം, അല്ലാത്തവർക്ക് വിട്ടുപോകാം. ഇനി ഇതിന്റെ ചെലവാണ്. ഇങ്ങനെ ഒരു 12 മണി മുതൽ പിറ്റേന്ന് 12 മണി കഴിഞ്ഞ് അതിന്റെ അടുത്ത 12 മണി വരെയുള്ള
ആ 48 മണിക്കൂർ നേരത്തെ ആ ക്ലാസ്സിനും താമസത്തിനും ഭക്ഷണത്തിനും എല്ലാം കൂടി ഒരു അനുഭവമായി മാറുന്നതിന്, നിങ്ങളുടെ ലൈഫ് മുഴുവൻ സമതരിച്ച് മാറുന്നതിന് ആകെ നിങ്ങൾക്ക് ചെലവ് വരുന്നത് കേവലം 15,000 രൂപ മാത്രമാണ്. ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് രണ്ടുപേർക്ക് പങ്കെടുക്കാം. മുൻകൂട്ടി പണമടച്ച് തന്നെ ബുക്ക് ചെയ്യണം. അല്ലാതെ അഡ്വാൻസ് പേയ്മെന്റോ അല്ലെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ പേ ചെയ്യാം എന്നതോ ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. കാരണം ഒരു റിസോർട്ട് നമ്മൾ മുഴുവനായി ബുക്ക് ചെയ്യുമ്പോൾ അതിൽ പിന്നീട് നമ്മൾ ഒരു സാമ്പത്തിക ബാധ്യത ഏൽക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 5,000 രൂപ നിങ്ങൾക്ക് ഫീസ് പിന്നെ വരും. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് അവബോധം തരും. അത് താല്പര്യമുണ്ടെങ്കിൽ 5,000 രൂപ ഫീസ് അടച്ച് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. 3ാമത്തെ ദിവസത്തെ പ്രോഗ്രാം കൂടി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം ഉച്ചയ്ക്ക്, നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴാണ് ഒരു ദിവസമായി കണക്ക് കൂട്ടുന്നത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കറങ്ങാനുണ്ടെങ്കിൽ കറങ്ങാം, അതല്ല വീട്ടിലേക്ക് പോകണമെങ്കിൽ വീട്ടിൽ പോകാം. എന്തായാലും 3ാമത്തെ ദിവസത്തെ ഫീസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങാറില്ല. 5,000 രൂപയായിരിക്കും ഫീസ്. ആ പണം കൂടെ കരുതി വരിക. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തുടരാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യേ. പണം അയക്കേണ്ട അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, അതിലേക്ക് അയക്കുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചു വയ്ക്കുക. Different angles. Don't forget to subscribe and support this channel.